Hello my dear friends, welcome back to my channel. Let's make food simple. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓളും കൊടുത്തേക്കണം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോണത് ഇൻസ്റ്റൻറ്റ് ടൊമാറ്റോ കെച്ചപ്പാണ്. നമ്മൾ സാധാരണ ടൊമാറ്റോ കെച്ചപ്പൊക്കെ പുറത്തുനിന്ന് മേടിക്കും, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ കുറേ സമയമൊക്കെ ഉപയോഗിച്ച് നമ്മൾ തയ്യാറാക്കാറുണ്ട്. എന്നാൽ ഞാനിവിടെ ഒരു മാക്സിമം 10-15 മിനിറ്റ് കൊണ്ട് എങ്ങനെ ടൊമാറ്റോ കെച്ചപ്പ് വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് കിടക്കാം. നമ്മുടെ ഇൻസ്റ്റൻറ്റ് ടൊമാറ്റോ കെച്ചപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 3 പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് നല്ല തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇടണം. അതിനു മുമ്പായിട്ട് നമ്മൾ ആദ്യത്തെ ഒരു തക്കാളി എടുത്തതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ വരഞ്ഞു കൊടുക്കണം. കണ്ടോ, ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള തക്കാളിയും ഇതുപോലെ ക്രോസ് എന്നൊരു ഷേപ്പിൽ വരഞ്ഞ് തയ്യാറാക്കിയെടുക്കണം. നമ്മൾ ഈ ക്രോസിൻ്റെ ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കുമല്ലോ, ആ സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ തൊലി ഒന്ന് പൊളിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഈ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേര് ബ്ലാഞ്ചിങ് എന്നാണ്. എന്തായാലും ഇപ്പോൾ 3 തക്കാളിയും ഞാൻ പറഞ്ഞ പോലെ തന്നെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം സമയം കളയാതെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഈ 3 തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കുറച്ച് സമയം അടച്ചു വെക്കണം. അടച്ചു വെച്ചതിന് ശേഷം 1 മിനിറ്റോ മാക്സിമം പോയ 2 മിനിറ്റോ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നിങ്ങളുടെ ടൊമാറ്റോ കെച്ചപ്പിന് കുറച്ചുകൂടി കളർ വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ചെറിയ പീസ് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഈ കെച്ചപ്പ് ഞാൻ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ബേസിക് ആയിട്ടാണ് ചെയ്യണത്. ഇനി ഇതിന് കുറച്ചും കൂടി ഫ്ലേവർ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് സവാള, 2 ചെറിയ കഷ്ണം വെളുത്തുള്ളി, 1 ഗ്രാമ്പു, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശരി, ഞാൻ ഇതൊന്ന് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കട്ടെ. ഇപ്പോൾ നോക്കിക്കേ, ഇവിടെ ഏകദേശം 1 മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ ഇപ്പോൾ പാകത്തിന് തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പാകം എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ തക്കാളിയുടെ തൊലി ആ മാംസത്തിൽ നിന്ന് ഒന്ന് മാറി നിൽക്കും. ഇതാണ് ഇതിൻ്റെ പാകം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു ബൗളിൽ കുറച്ച് ഐസ് വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാം. കാണുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ ഈ തക്കാളി ബൗളിലേക്ക് ചേർക്കുമ്പോൾ തന്നെ ഇതൊന്ന് തണിഞ്ഞ് കിട്ടിയിട്ടുണ്ടോ. ഇനി നമുക്ക് ഈ തക്കാളിയുടെ തൊലി ഒന്ന് പൊളിച്ചെടുക്കാം. കണ്ടോ, നമ്മൾ നേരത്തെ തക്കാളി ഒന്ന് ജസ്റ്റ് വരഞ്ഞു കൊടുത്തോണ്ടാണ് നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് ആ തക്കാളിയിൽ നിന്ന് തൊലി ഒന്ന് പൊളിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഞാൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു മിക്സിംഗ് ജാർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ തൊലി പൊളിച്ച് വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നോക്കിക്കേ, നമ്മളിട്ട തക്കാളിയൊക്കെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിപ്പയിലൂടെ അരിച്ചെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ തക്കാളിയൊക്കെ ഒന്ന് അരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതിൽ കുറയ്ക്കുകയും ചെയ്യാം. എന്നാൽ കൂട്ടണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് തിക്കായിട്ട് ഈ സോസ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് കുറച്ച് അരിപ്പൊടിയായാലും ചേർത്ത് കൊടുക്കാം. ഇനി ഈ സോസിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇപ്പോൾ തൽക്കാലം കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ പോരാ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി അവസാനം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് കട്ടയില്ലാതെ യോജിപ്പിച്ചെടുക്കണം. ഇനി നോക്കിക്കേ, നമുക്ക് ഈ കൂട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതൊരു ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഇത് നിർത്താതെ ഇതുപോലെ ഇളക്കിയെടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നോക്കിക്കേ, നമ്മുടെ സോസൊക്കെ ഇവിടെ തിക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ തിക്നെസ്സിൻ്റെ പാകമൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. നിങ്ങൾക്ക് അധികം തിക്നെസ് വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എടുക്കാം.
അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം കൂടി വെച്ച് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ പൊതുവെ ടൊമാറ്റോ സോസൊക്കെ കടയിൽ നിന്ന് മേടിക്കും അല്ലേ, എന്നാൽ അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ കെമിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ സാധാരണ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന സോസാണെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 40 മിനിറ്റൊക്കെ ചിലവാക്കിയിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. പക്ഷേ നമുക്ക് പെട്ടെന്ന് ഒരു സ്നാക്സിൻ്റെ കൂടെ സോസ് കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇൻസ്റ്റൻ്റാക്കി തയ്യാറാക്കി കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എല്ലാവരും ട്രൈ ചെയ്യുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അവസാനമായിട്ട് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീരൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോളൂ. നിങ്ങൾക്ക് അധികം പുളിപ്പ് ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നാരങ്ങ ഇല്ല എന്ന് വെച്ചാലും സാരമില്ല, നമുക്ക് കുറച്ച് വിനീഗറായാലും ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ സോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇനി ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഇൻസ്റ്റൻറ്റ് ടൊമാറ്റോ കെച്ചപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഒരു ബോട്ടിൽ നമുക്ക് ഒരു 3 ആഴ്ച വരെ സൂക്ഷിക്കാൻ കഴിയും. ഈ വീഡിയോ കണ്ടതിന് ശേഷമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നിങ്ങളുടെ സ്നാക്സ് തയ്യാറാക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരു കെച്ചപ്പ് കൂടി വീട്ടിൽ തയ്യാറാക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി ഡിഷുമായി ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.